അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാമ്പഴം വെച്ചിട്ടൊരു ഹൽവ. കോൺഫ്ലവർ അല്ല ചേർക്കുന്നത്, കസ്റ്റേർഡ് പൗഡർ ഇല്ലേ, ഇതുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാം. പിന്നെ പഞ്ചസാര വേണം, ഇച്ചിരി നെയ്യ് വേണം. ഇത്രയും സാധനം മതി കേട്ടോ നമുക്ക് ഈ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞ് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല പഴുത്ത മാങ്ങ, അതിന് നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാവേ. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകും. ഒത്തിരി വേണ്ട, കസ്റ്റേർഡ് പൗഡർ ഇച്ചിരി 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടയില്ലാതെ വെള്ളത്തിൽ നല്ലോണം അലിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഴുപ്പില്ലേ, മാംഗോ, അതും കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് നമുക്കിങ്ങനെ ഇളക്കി 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 യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പേ വെക്കാം. വറ്റി വരുമ്പോഴാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അന്നേരം ഒരു ശകല ഉപ്പും കൂടെ, ഒരു നുള്ളിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാങ്ങ നല്ലോണം കുറുകി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ 4 ഇരട്ടി പൊട്ടിക്കറിയാണ്. പേടിച്ചിട്ട് അടുത്ത് നിൽക്കാൻ പോലും പറ്റില്ല. കൈ ഒന്ന് ഇളക്കി നിർത്തി അപ്പം കിട്ടും. മുഖത്തോട്ടും കയ്യിലോട്ടും എല്ലാം നല്ല പൊട്ടിക്കറിയാണ്. ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കുറുകി വരുന്നുണ്ട്. അതിന് ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളിൽ മതിയേ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് നെയ്യ് വേണം. ആദ്യത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹലുവ ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. കുറുകി അപ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇച്ചിരിയും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ മാംഗോ ഹലുവ ഇത് കണ്ടോ, എത്ര നേരത്തെ പണിയാറിയോ. ഒരുപാട് സമയം എന്ന് പറയുന്നത്. കൈ രണ്ടും നാളെ എനിക്ക് അറക്കാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒന്ന് തൊട്ട് നോക്കിയപ്പോലെ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ചില മെനക്കെട്ടാലും നമുക്ക് ടേസ്റ്റോടെ കഴിക്കാം. ഇതിന് ഞാൻ ബദാമൊന്നും ഇടുന്നില്ല. ബദാമോ നട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ട്രേയിൽ ഒഴിച്ച് വെക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഞാൻ ഏലക്ക ഒന്നും ചേർത്തിട്ടില്ല. മാങ്ങേൻ്റെ ആ ടേസ്റ്റ് തന്നെ മതി നമുക്ക്. പിന്നെ കസ്റ്റേർഡ് പൗഡറിന് പകരം നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ കസ്റ്റേർഡാണ് ചേർത്തത്. നമ്മുടെ മാങ്ങ ഹലുവേൻ്റെ പരുവം കണ്ടോ, ഇങ്ങനെ വിട്ട് കണ്ടോ, ഇങ്ങനെ മുറിഞ്ഞു പോകുന്നൊരു പരുവത്തിലായി. എന്തോരം ഉണ്ടായിരുന്നല്ലേ. ഇപ്പോൾ ചട്ടീൻ്റെ അട്ടി ഭാഗത്ത് ഇച്ചിരി ഉള്ളൂ. ഇതൊരു ട്രേയിലിടുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വലിയ ട്രേ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ട്രേ ഞാനിവിടെ നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ട് ബാക്കി ഉണ്ടാവുമെന്ന്. എൻ്റെ പ്രതീക്ഷ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിൽ കൊള്ളാൻ പോലും ഇല്ലാന്ന് തോന്നുന്നു. ഹൽവയെല്ലാം സെറ്റാക്കിയിട്ടോ. വലിയ പാത്രം ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് കട്ടിയിൽ കിട്ടൂല കേട്ടോ. ഇത്രേ ഉള്ളൂ. ഉണ്ടോ, ചെറിയ പാത്രമാണെങ്കിൽ നല്ല. എൻ്റെ ഫയർ പാത്രം ഈ വലുത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം റൗണ്ട് ആയിട്ടുള്ള. അതിലിട്ട് കഴിഞ്ഞാൽ ഹലുവ പോലെ ഇരിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിൽ സെറ്റാക്കി. ഞാൻ വിചാരിച്ച് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടും ബാക്കി ഉണ്ടാവുന്ന. പക്ഷെ കണ്ടോ, ഇത്രേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബദാമൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ഇച്ചിരി ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.